ന്നത് അവനവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവനവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ശരീരം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അതിൽ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എനർജി കുറയുന്നു. ആ എനർജി കുറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറയുന്നു, അപ്പോൾ വെള്ളം കുടിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ ഫലത്തിൽ നിന്നാണ് ചെയ്യുന്നത്. നമ്മുടെ കാഴ്ച, നമ്മളോരോ കാര്യങ്ങൾ കാണുന്നു, ഓരോ കാര്യങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിട്ടാണ്. നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നത്, ഞാൻ പ്രവർത്തിച്ചിട്ട് ചില കാര്യങ്ങളുണ്ടായി, ഞാൻ അതുണ്ടാക്കി, ഞാൻ ഇതുണ്ടാക്കി, ആ ഉണ്ടാക്കിയതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു. നമ്മൾ ഉണ്ടാക്കിയത് നിലനിർത്താനായിട്ട് നമ്മൾ പാടുപെടുമ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വിട്ടുപോകുന്നു. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ ഉണ്ടാക്കിയത് നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ നല്ലത് നമ്മളുണ്ടായിരിക്കുന്ന അവസ്ഥ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ആശ്വാസം വളരെ പെട്ടെന്ന് കിട്ടും. വളരെ സിമ്പിളാണ് ഇത്. അവനവനെ ശ്രദ്ധിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ വരുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ളത് സ്ഥൂലമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരും. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ചില അറ്റൻഷനൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ അറ്റൻഷനിനകത്താണ് കാര്യങ്ങളിരിക്കുന്നത്.